അരിപ്പിടുമുണ്ട്. ഒക്കെ കളിയുടയ്ക്കാന്ന് പറയും, ഇല്ലെങ്കിൽ തമിഴിൽ ഉപ്പ് സീഡ എന്ന് പറയും. കൃഷ്ണ ജയന്തിക്കൊക്കെ തയ്യാറാക്കുന്ന ഈ ചീട നമ്മൾ എണ്ണയിൽ വറുക്കാതെ നല്ല ക്രിസ്പിയായിട്ട് തൊട്ടാൽ എളുപ്പം അത് പൊടിഞ്ഞു പോകുന്ന, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ചീട എങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് എണ്ണയിൽ വറുക്കുന്നില്ല, എയർ ഫ്രയറിലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിൻ്റെ പൊടിയാണെങ്കിൽ അതെടുക്കാം. കൂടെ 1.5 ടീസ്പൂൺ ഉഴുന്നുപൊടിയും കൂടെ ചേർക്കാം. ഉഴുന്നുപൊടി നമ്മൾ പലഹാരത്തിന് എടുക്കുമ്പം ആദ്യം വറുത്ത് പൊടിച്ച് അരിച്ച് വേണം എടുക്കാനായിട്ട്. സ്വാദിനാവശ്യമുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് വെണ്ണ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. സാധാരണ ഉപ്പുചീട തയ്യാറാക്കുമ്പം അത് എണ്ണയിലിടുമ്പോൾ ചിലർക്കത് പൊട്ടും. അപ്പം എയർ ഫ്രയറിൽ തയ്യാറാക്കുകയാണെങ്കിൽ ആ പൊട്ടുന്ന പേടിയേ ഇല്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ കട്ടിക്ക് കുഴച്ചെടുക്കുക. മാവ് നല്ല സ്മൂത്തായിട്ട് ഇരിക്കുകയും വേണം, എന്നാൽ നല്ല കട്ടിയായിട്ട് ഇരിക്കുകയും വേണം. അത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ വിരലുകൾ കൊണ്ട് അധികം പ്രസ് ചെയ്യാതെ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇത് എയർ ഫ്രയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതിലിപ്പോൾ താഴെ ആ ബട്ടർ പേപ്പറോ ഒന്നും ഞാൻ വെക്കുന്നില്ല, ഡയറക്റ്റായിട്ടാണ് വെക്കുന്നത്. 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റാണ് എയർ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ആ സമയം കൊണ്ട് രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ ഉരുട്ടി വയ്ക്കാം. അപ്പം കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടും കുറച്ച് ബ്രൗൺ കളർ വേണം എന്നുള്ളവർക്ക് ഇതുപോലെ ശകല എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ആദ്യത്തെ ബാച്ച് 15 മിനിറ്റ് ആയപ്പം കറക്റ്റായിട്ട് എയർ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് രണ്ടാമത്തെ ബാച്ച് അതുപോലെ തന്നെ നമുക്ക് എയർ ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് എണ്ണ അധികം യൂസ് ചെയ്യാതെയും എണ്ണയിലിട്ടാൽ പൊട്ടും എന്നുള്ള പേടിയില്ലാതെയും നമുക്കിതുപോലെ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഈ കളിയടയ്ക്ക ഇല്ലെങ്കിൽ ഉപ്പുചീട വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് കുറച്ചും കൂടെ നല്ല ബ്രൗൺ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 7-8 മിനിറ്റ് ആകുമ്പം ഒന്ന് തുറന്ന് അതിലൊന്നും കൂടെ ശകലം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടും. ഗോകുലാഷ്ടമിക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന ഈ ഉപ്പുചീട, ഇല്ലെങ്കിൽ വളകാപ്പ് അല്ലെങ്കിൽ ശീമന്തത്തിന് തയ്യാറാക്കുന്ന വറവരിശയിലും ഈ ഉപ്പുചീട നമ്മൾ ചേർക്കാറുണ്ട്. ഇതുപോലെ വളരെ പെട്ടെന്ന്, എന്നാൽ ഇത് തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ് ഈ ഉപ്പുചീട നമുക്ക് തയ്യാറായി കിട്ടിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ അറിയാം എത്ര സോഫ്റ്റുമാണ്, എന്നാൽ അത്രയും ക്രിസ്പിയാണ്. ഈ രീതിയിൽ ഉപ്പുചീട എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.